രാത്രിയുടെ 4-ാമത്തിൽ തണ്ടു വലിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശു നടന്നു എന്ന് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. മാറത്ത് പൊൻകച്ച കിട്ടിയവൻ, 7 പൊൻനിലവിളക്കിടുന്നാവുന്നവൻ നമ്മുടെ മധ്യയിൽ നടകൊള്ളുകയാണ്. അവന് കഴിയാത്തൊന്നും കാര്യമില്ല. ഫ്രാൻസിലെ ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇപ്രകാരം പറഞ്ഞു, എന്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്ന വേണ്ടില്ല, പിന്നെ എന്താ ഉള്ളത്? പോസിബിൾ. എവരിതിങ് ഈസ് പോസിബിൾ. വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. ജോസഫിനെ ദൈവം പൊട്ടക്കിണറ്റിലിട്ടു, പൊത്തിഫറിന്റെ ഭവനത്തിലാക്കി, കാരാഗ്രഹത്തിൽ. എന്നാൽ ദൈവത്തിന്റെ സമയം വരെ കാത്തിരുന്നുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള നന്മകൾ കാണുവാൻ ജോസഫിനെ ഇടയാക്കി. ആടുകളുടെ വലിയിടനായ കർത്താവ് യേശു നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ ഈ ജനം ഇത്ര നാളുകളായി എന്നോടുകൂടെ പാർക്കുന്നു, ഇവരെ തനിച്ചു വിട്ടാൽ ഇവർ തളർന്നു പോകും. ഇവർക്ക് അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ അവൻ ശിഷ്യന്മാരെ ചോദിച്ചു, ഈ വില്ലേജാണെന്ന് തോന്നുന്നു അല്ലേ എന്ന് പറഞ്ഞെന്താ, ഇവരെ ഒറ്റയ്ക്ക് വിട്ട തളർന്നു പോകുന്നു, ഇവരോട് മനസ്സലിവ് തോന്നുന്നു കർത്താവ് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, ഇത്രയും വലിയ ജനത്തിന് കൊടുപ്പാൻ ആഹാരം നമുക്കുള്ളത് എവിടെ എങ്ങനെ പറ്റും? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 5 അപ്പം. അതേ കർത്താവ് എന്റെ അടുത്തുകൊണ്ട് കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു, വിളമ്പി കൊടുത്ത് ബാലൻസ് ഉണ്ടായി എന്ന് പറയും. നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചാൽ ദൈവം അതിനെ വിടുതൽ നൽകും. നമ്മുടെ നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുടുങ്ങിപ്പോലെ ഒരു നാളെ സമ്മതിക്കില്ല. എനിക്ക് 2 മക്കള്, സാമാൻ ജഫ്രി. സാമിന് 3 മക്കളുണ്ട്, ജോഷുവ, തിമോത്തി, എത്തിച്ച. രണ്ടാമത്തെ മോൻ തിമോത്തി ഞാനായിട്ട് ഭയങ്കര കമ്പനി. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് പോകാൻ നേരത്ത് എല്ലാം സീറ്റ് ബെൽറ്റ് ഒക്കെ ഫ്ലൈറ്റിൽ ഇരിക്കുന്നവരെയോ കുഞ്ഞുങ്ങൾക്ക് സീറ്റ് ബെൽറ്റ്. അപ്പൊ തിമോത്തി പറയും, അപ്പച്ച there is space behind, come. അപ്പൊ ആശിച്ച് ചോദിച്ചു, എടാ നീ അപ്പച്ചനെ മാത്രമേ വിളിക്കൂ, അമ്മച്ചി ആൾസൊക്കെ. അപ്പൊ കൊച്ചു മക്കളോട് കൂടെ എന്താണ് യോഹന്നാമ്മടെ തന്നെ ഫാദറിന്റെ പേരെന്താ? ഏലിയാസ് തന്നെ കൊച്ചു മക്കളോട് കൂടി സമയം ചെലവഴിക്കുക. അത് 1 ലക്ഷം 2 ലക്ഷം കൊടുത്ത കിട്ടുന്ന ഒരു സ്നേഹമല്ല. അപ്പം നമ്മള് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നമ്മുടെ സഭ വളരണം, അതിന് ആത്മാക്കളെ നേടണം. നമ്മുടെ ലക്ഷ്യം അതുമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തെത്തിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തെത്തിന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കും. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയുടെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യാണ്. വിശ്വാസത്തിന്റെ നായകന് പൂർത്തിയൊരു യേശുവിൽ മാത്രം യഹോവയിൽ ആശ്രയിക്കുക. യഹോവനെ ആശ്രയമായിട്ട് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റിൽ നട്ടിരിക്കുന്ന തക്കാലത്ത് ബലം കാക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. ഇന്ന് ദൈവാസൻ 46 സങ്കീർത്തനം വായിച്ചു. ഇതുവരെ വായിച്ചു കേൾക്കാത്ത രീതിയിൽ ആ വചനം എന്നെ ധൈര്യപ്പെടുത്തി. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. ഹസ്ബൻഡിന്റെ അടുത്ത തുണ ആരാ? വൈഫാണ്. വൈഫിന്റെ അടുത്ത തുണ ആരാ? ഹസ്ബൻഡാണ്. എന്നാൽ വചനം പറയുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ ആര്? ജീസസ്. ഈ വചനങ്ങളാണ് ദൈവം എനിക്ക്